രണ്ടുപേർ വിറക് കീറുന്ന വ്യക്തികളുടെ അനുഭവമാണ് പറഞ്ഞത്. ഒരാൾ രാവിലെ മുതൽ അല്പം പോലും വിശ്രമിക്കാതെ താൻ ആ വിറക് കീറിക്കൊണ്ടിരുന്നു. പക്ഷേ താൻ കൂലി വാങ്ങാൻ വരുമ്പോൾ വളരെ കുറച്ച് വിറകുകൾ കീറിയിട്ടിരിക്കുന്നതാണ് കാണാൻ കഴിഞ്ഞത്. എന്നാൽ രണ്ടാമത്തെ വ്യക്തി അങ്ങനെ ആയിരുന്നില്ല. അദ്ദേഹം കുറേ വിറക് കീറും, പിന്നെ ഒരു മരത്തണലിൽ വന്നിരിക്കും, തൻ്റെ കോടാലി അരം കൊണ്ട് അതിന് മൂർച്ച കൂട്ടുമായിരുന്നു. ആ മൂർച്ച കൂട്ടുമ്പോൾ ആ തണലിലിരിക്കും തനിക്കൊരു വിശ്രമമായി, തൻ്റെ കോടാലിക്ക് മൂർച്ചയും കൂടും. പിന്നെ വന്ന് കുറേ നേരം താൻ വിറക് വെട്ടും. കുറേ കഴിയുമ്പോൾ വീണ്ടും അത് തന്നെ ആവർത്തിച്ചു. മരത്തണലിൽ വന്ന് വിശ്രമിക്കുകയും അതോടൊപ്പം തന്നെ തൻ്റെ കോടാലിയുടെ മൂർച്ച കൂട്ടുകയും ചെയ്യും. വീണ്ടും പോയി വിറക് കീറും. സന്ധ്യയായി താനും കൂലി വാങ്ങാൻ വന്നു നിൽക്കുമ്പോൾ ആദ്യത്തെ മനുഷ്യനേക്കാൾ കൂടുതൽ താൻ വിറക് കീറിയിരിക്കുന്നത് കാണുവാൻ സാധിച്ചു. ആദ്യത്തെ മനുഷ്യൻ വളരെ ക്ഷീണിതനായി, എന്നാൽ ഈ രണ്ടാമത്തെ മനുഷ്യൻ കൂടുതൽ ഫലം പുറപ്പെടുവിക്കുകയും കൂടുതൽ ആ ക്ഷീണാവസ്ഥകളിൽ നിന്ന് വിടുതലുള്ളവനായി വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു. മറ്റവനാണെങ്കിൽ ഇരിക്കപ്പുറത്തില്ലാതെ ജോലിയാണ്, അധ്വാനമാണ്. ചില സഹോദരിമാർ അടുക്കള വിട്ടിറങ്ങാതെ നിൽക്കുന്നത് പോലെ. പക്ഷേ വൈകുന്നേരമായപ്പോൾ ഫലം കുറവാണ്, ക്ഷീണം കൂടുതലാണ്. രണ്ടാമത്തെ ആൾ ആവേശത്തിന് വിശ്രമിച്ചു, ബുദ്ധിയോടെ പ്രവർത്തിച്ചു, ഫലം കൂടുതലാണ്, ആവേശത്തിന് ആരോഗ്യത്തോടെ താൻ മടങ്ങുകയുമാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം, ഇസ്രായേലിന്റെ പരിശുദ്ധനായി യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, മനം തിരിഞ്ഞ് അടങ്ങിയിരുന്നാൽ നിങ്ങൾ രക്ഷിക്കപ്പെടും, വിശ്രമിക്കുന്നതിലും ആശ്രയിക്കുന്നതിലും നിങ്ങളുടെ ബലം